I was afraid you would linger on me. You weigh me down like a raindrop falling. The sooner you leave, the better. 'Cause even though I'll forget, there's always a little bit left. Your love has a half-life, and I feel like it'll be a long time till I get over you. Your love has a half-life. Are you keeping it alive? It'll be a long time till I get over you. Get in between the cracks and seams. I wish it over and over, but it never leaves. You are a stain on my memory, and it's so bittersweet. അന്ന് ഞങ്ങളുടെ വാഴ്ചയിൽ ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പം നിറഞ്ഞിരുന്നു. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവയെ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചുകൊണ്ട് വരുന്നു, കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് വരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനും ഞങ്ങളുടെ പരിപാലകനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. നിന്റെ മകളുടെ കർത്താവേ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ നീയോടികൾക്ക് സാവകാശം ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. വിവാഹം ദൈവത്താൽ നിയമിക്കപ്പെട്ടതാകുന്നു ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന മകളെ ദൈവകരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ നാളുകളായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിച്ച പ്രകാരം ഇന്ന് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവേ, നിന്റെ മകളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു അസ്വസ്ഥതയോ ക്ഷീണങ്ങളോ പ്രയാസ പ്രതികൂലങ്ങളോ ഒന്നും കൂടാതെ ദൈവകരങ്ങളോടൊന്ന് പരിപാലിച്ച് മകളെ ബലപ്പെടുത്തി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ മകളുടെ വിവാഹ വിരുന്നിൽ സംബന്ധിക്കുന്ന എല്ലാ വിരുന്നുവാഴികളെയും ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായി, ചാർച്ചക്കാരായി, സ്നേഹിതരായി, സുഹൃത്തുക്കളായി, സഹപാഠികളായി, അയൽവാസികളായി ഒക്കെയും പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവിടെ നിന്റെ മക്കളെല്ലാം ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വിശേഷാൽ ഹല്ലേലൂയ മാതാവും പിതാവുമായിരിക്കുന്ന യോശാനെയും പ്രിയമാമയെ ദൈവകരങ്ങളെ സമർപ്പിക്കുകയാണ്. തന്റെ മക്കളെ ദൈവസ്ഥനെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. കർത്താവേലിന്റെ ഫലം നീ അവിടെ നൽകി, അവിടുന്ന് നിന്റെ മക്കളെ അവിടുന്ന് പരിപാലിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നീ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ചു വേണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വിരുന്നിൽ സംബന്ധിക്കുന്ന എല്ലാ വിരുന്നുവാഴികളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വൈദികർക്കായി, ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യാത്രയിൽ നീ അവിടുന്ന് മുൻപടെയും പിൻപടെയുമായി കാവൽ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകല മേഘസ്തംഭത്താലും രാത്രി ലഗ്നുണയാലും തന്റെ ജനത്തെ നടത്തിയവനായ ദൈവം യാത്രയ്ക്ക് മുൻപായി അവിടുന്ന് നടകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്ര. വിവാഹ ശുശ്രൂഷയിലും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. എല്ലാ നന്മയിലോട് നിറച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും ഭരിക്കണം. എല്ലാം യേശുവിന്റെ നാമത്തിലോ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് കേൾക്കുമാറാകണമേ. ഒപ്പത്തിന്റെ പ്രത്യാശയും ജീവന്റെ ഉറവിടവുമായി ഞങ്ങളെ പറഞ്ഞുള്ളത് സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിങ്ങളുടെ നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ വാത്സല്യ പുകഴ്ത്തോടെ സാറിനായി പ്രാർത്ഥിക്കുന്നു.
കർത്താവെ കൂട്ടായി കൊടുക്കുന്ന മകൾക്കായി ദാനം അനുഗ്രഹമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ മൂത്ത മകളെയും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിവാഹത്തിന് ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന പ്രിയ പൈതലിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ദൈവമായ കർത്താവെ ഹല്ലേലൂയ, മനുഷ്യനേകനായിരിക്കും നന്നല്ല ആഗ്രഹിച്ചു കൊടുത്തതായ തുണയെ കൊടുത്തവനായ ദൈവമേ, വിവാഹം മാനമുള്ള അവസ്ഥയും ദൈവത്താൽ നിയമിക്കപ്പെട്ടതും ആണ് ദൈവത്തിന് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. കർത്താവേ ഹല്ലേലൂയ, പ്രിയ പൈതലിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നെ വളരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഇന്നു മുതൽ പ്രവേശിക്കുകയാണല്ലോ. ഹല്ലേലൂയ, അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഉത്തമ ഭാര്യയായി നിലകൊള്ളുവാൻ എൻ്റെ മക്കളെ ദൈവത്തിൽ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾ ദൈവാലയത്തിലേക്ക് പോവുകയാണല്ലോ. അവിടെ വെച്ച് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കണമേ. കർത്താവേ, നിന്റെ മകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ മകനെയും ആ കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. അവിടെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൊണ്ടൊന്ന് നിറയ്ക്കണമേ. വിവാഹത്തിന്റെ കാർമ്മികത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് പ്രിയ വൈദ്യനെ പിതാവിന്റെയും പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവേ, മഹത്വവും മാനവും അങ്ങ് എടുക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. കർത്താവെ, ഇപ്പോൾ തവരെ മടക്കിയിരിക്കുന്ന അച്ഛന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, വംശജനായി പ്രാർത്ഥിക്കുന്നു, നിർമ്മലച്ചനായി പ്രാർത്ഥിക്കുന്നു, വിശേഷനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിയുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന തമ്പാസാറിനായി പ്രാർത്ഥിക്കുന്നു. മറ്റ് ദൈവദാസന്മാരെ ജോസാറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബന്ധുക്കളും മിത്രങ്ങളും ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും എല്ലാവരും കർത്താവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. എല്ലാവരും വേണ്ടി നിന്റെ അനുഗ്രഹത്തെ കൊണ്ട് നിറയ്ക്കണമേ. മാതാപിതാക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, പ്രിയ മകളുടെ വിവാഹത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഉത്തരവാദിത്തോടുകൂടെ ചെയ്യുവാൻ നിന്റെ മക്കളെ നീ ഇവിടെ ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവെ, അനേകം മാതാപിതാക്കൾക്ക് കാണുവാൻ കഴിയാത്ത വലിയ ഭാഗ്യമാണല്ലോ ഹല്ലേലൂയ നിന്റെ മക്കൾക്ക് നീ ഇവിടെ നൽകിയിരിക്കുന്നത്. കർത്താവെ, പ്രിയ പൈതന്നെ നീ അവിടുന്ന് ഇത്രത്തോളം നടത്തി അനുസരണമുള്ള മകളായി ജീവിപ്പാൻ ഒരിക്കലോർത്ത് നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, എൻ്റെ ദൈവമായ കർത്താവെ, ഒരു നല്ല ഭാര്യയായി ഹല്ലേലൂയ നിലകൊള്ളുവാൻ നിന്റെ മകളെ നീ ഇവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് ദാസിമാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മേലും നിന്റെ അനുഗ്രഹത്തെ കൊണ്ട് നിറയ്ക്കണമേ. ഇപ്പോൾ നിന്റെ മക്കൾ ഹല്ലേലൂയ വരന്റെ ആ ഭവനത്തിലേക്കും ദൈവാലയത്തിലേക്കും പോവുകയാണല്ലോ. ദൈവകൃപ അവിടുന്ന് കൂടെ ഇരിക്കണമേ. വാഹനങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാ വാഹനത്തിനും മുമ്പും പിൻപും ഇടവും വലവും അവിടുത്തെ കാവലായിരിക്കണമേ. സുഖമായ ദൈവാലയത്തിൽ എത്തിച്ചേർന്ന് മംഗളകരമായ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ നിന്റെ മക്കളെ നീ ഇവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ആപത്തുകളോ അനർത്ഥങ്ങളോ അപകടങ്ങളോ ഒന്നും ഉണ്ടാകാതെ അങ്ങ് അവിടുന്ന് സൂക്ഷിച്ചു കൊണ്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെല്ലാം നീ അവിടുന്ന് അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, എല്ലാ ആവശ്യങ്ങളും ഒത്തുകൂടിയിരിക്കണമേ. സാമ്പത്തിക ആവശ്യങ്ങൾ അറിയുന്നുവല്ലോ. എല്ലാം തമ്പുരാൻ സമയാസമയങ്ങളിൽ അവിടുന്ന് ഒരുക്കി കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ വാഴ്ത്തും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. സകലവും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ശുദ്ധാത്മാവിനെ തുടർന്ന് മക്കളുടെ യാത്രയോടും ദൈവാലയത്തിലുള്ള വിവാഹ ശുശ്രൂഷയോട് കൃപ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. It's like new air for us.
precious jewel. Lord, to give up I'd be a fool. You are my all in all. Taking my sin, my cross, my shame, rising again, I bless your name. You are my all in all. And when I fall down, you pick me up. When I am dry, you fill my cup. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. You are my strength when I am weak. You are the treasure that I seek. You are my all in all. Seeking you as a precious jewel. Lord, to give up I'd be a fool. You are my all in all. Oh, Jesus, Lamb of God, worthy is your name. 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 Worthy is your name. Worthy is your ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, മനോഹരമായിരിക്കുന്ന ഈ ദിവസത്തിന്റെ ശാന്ത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് തിരുസന്നയിലായിരിക്കാൻ ബലഹീന അടിയങ്ങളെ അവിടെ നിൽക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നൽകിയ മുഖാന്തരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുന്ന പ്രിയമുള്ള മകൻ സിബിൻ ജേക്കബിനായിട്ട്, മകൾ ജോയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഏൽപ്പിക്കുന്നു. ദൈവമായ ശുശ്രൂഷകൾക്ക് നേർന്നു നൽകുന്ന അഭിഷിക്ത ദാസന്മാർക്കായി സ്തോത്രം. നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. ശുശ്രൂഷ ഏറ്റവും മനോഹരമായി തീരുവാൻ കർത്താവെ തിരുസാന്നിധ്യം തന്ന് അനുഗ്രഹിക്കുമാറാകണം.
ആദിയോടന്തം നീ കൂടെ ഇരിക്കണമേ. സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. യേശു മുഖാന്തരം അടിയങ്ങൾ അപേക്ഷിക്കുന്നു, ദയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളും നിങ്ങൾ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കം നിന്റെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെയും നിന്റെ മഹാൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പിടുകയും ഇടവിടാതെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ചേർക്കുവാൻ നാം ദൈവസന്നിധിയിലും ഈ സഭായോഗത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു.
വിവാഹം മാനമുള്ള അവസ്ഥയിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മിശിഹായുടെ സഭയിൽ നിന്നുള്ള ആത്മീയ ഐക്യം നമുക്ക് വെളിപ്പെടുത്തുന്നതുമാണ്. ഈ വിശുദ്ധ അവസ്ഥയെ മിശിഹ ഗലീലിലെ കാനാവിലെ തന്റെ സാന്നിധ്യത്താലും ഒന്നാമത് ചെയ്ത അതിശയത്താലും അലങ്കരിച്ച് ഭംഗിവെച്ചു. ഇത് സകല മനുഷ്യർക്ക് മാനമുള്ളതാകുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഘോഷിക്കുന്നു. അതിനാൽ അവിവേകമായോ നിസ്സാരമായോ ജനാഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കുന്നു. എന്നാൽ ഏത് ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടുവെന്ന് വേണ്ടുപ്രകാരം ചിന്തിച്ച് വണക്കത്തോടും വിവേകത്തോടും സതുദ്ദേശത്തോടും ദൈവഭക്തിയോടും കൂടെ വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടേണ്ടതാകുന്നു. ഒന്നാമത് ദൈവഹിത പ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിന് കർത്താവിനെ കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും അവന്റെ പരിശുദ്ധ നാമത്തിന്റെ പുകഴ്ചയ്ക്കായും പൈതങ്ങൾ വളർത്തപ്പെടേണ്ടത്. രണ്ടാമത് ദൈവത്താൽ നൽകപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായ നേർപാതയിൽ നടത്തപ്പെടേണ്ടതിന് ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയത് നിലനിൽക്കേണ്ടതിന്. മൂന്നാമത് ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി ഇവർ ഇപ്പോൾ ദൈവസ്ഥനിൽ വന്നിരിക്കുന്നു. അതിനാൽ ഇവർ ന്യായമായി തമ്മിൽ യോജിപ്പിക്കപ്പെട്ടുകൂടാ എന്നുള്ളതിന് തക്ക കാരണം കാണിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേലാൽ ഒരിക്കലും പറയാതെയിരിക്കണം. സിബിൻ ജോഫിൽ, നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും വിരോധമുണ്ടോ നിങ്ങൾ ഇരുവരും ആരെങ്കിലും അറിയുന്നുവെങ്കിൽ സകല ഹൃദയങ്ങളിലെയും രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കൊണ്ട് ഇപ്പോൾ അത് അറിയിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷയായി ആവശ്യപ്പെടുന്നു. എന്തെന്നാൽ ദൈവഹിത പ്രകാരമല്ലാതെ യോജിപ്പിക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ല എന്ന് അവരുടെ വിവാഹം ന്യായമുള്ളതല്ല എന്ന് നിശ്ചയമായി അറിഞ്ഞുകൊള്ളു. സിബിൻ, വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ചു ജീവിക്കുവാനായി നീ ജോഫിലിനെ നിന്റെ ഭാര്യയായി കൈക്കൊള്ളുമോ? നീ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ജോഫിൽ, വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ചു ജീവിക്കുവാനായി നീ സിബിനെ നിന്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? നീ ഇവനെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഈ പുരുഷന് വിവാഹം ചെയ്യുവാൻ ഈ സ്ത്രീയെ നൽകുന്നത് ആര്? സിബിനാകുന്ന ഞാൻ, ജോഫിലാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളും. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യും. ജോഫിലാകുന്ന ഞാൻ, സിബിനാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും അനുസരിക്കുവാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യും. നിങ്ങളുടെ പ്രതിജ്ഞകൾ ദൈവം കേട്ടിരിക്കുന്നു, ഞങ്ങൾ അതിന് സാക്ഷികളും ആകുന്നു. കരുണയുള്ള കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന
ഈ മോതിരങ്ങളെയും എന്നിനെയും മന്ത്രകോടിയും വാഴ്ത്തണമേ. ഇവ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നിന്റെ മക്കൾ ദിവ്യ സമാധാനത്തിലും അന്യോന്യമുള്ള വിശ്വസ്തതയിലും എന്നും വസിക്കേണ്ടതിനും തിരുകൃപയിൽ വളരേണ്ടതിനും മറ്റുപോകാത്തതിന്റെ സ്നേഹത്തിൽ ജീവിക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം കൃപ അരുളേണമേ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും ഉടമ്പടിയുടെയും അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുക്കളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും ഉടമ്പടിയുടെയും അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. സകല മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാ ആത്മീയ കൃപകളും നൽകുന്നവനും നിത്യജീവന്റെ ദാതാവുമായ നിത്യദൈവമേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന സിബിന്റെയും
ജോബിന്റെയും മേൽ നിന്റെ നൽവരങ്ങൾ ചൊരിയണമേ. ഇസഹാക്കും റിബേക്കയും തമ്മിൽ വിശ്വസ്തയോടെ ഒരുമിച്ച് വസിച്ചിരുന്നത് പോലെ മോതിരങ്ങൾ അടയാളമായിട്ടും സാക്ഷ്യമായിട്ടും നൽകുകയും സ്വീകരിക്കുകയും ചെയ്ത പ്രകാരം ഇവർ അന്യോന്യം ചെയ്ത പ്രതിജ്ഞ ഉടമ്പടിയും നിശ്ചയമായി പ്രമാണിച്ച് നിവർത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് നിന്റെ കൽപ്പനകളെ പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. CSI കൊല്ലകട ഇടവകയിൽ ആലക്കോട് CSI ക്രൈസ്റ്റ് ചർച്ചിൽ ഗിലെയാദ് സദനത്തിൽ ജേക്കബ് ബാബുവിന്റെയും മറിയാമ്മ ബാബുവിന്റെയും മകൻ സിബിൻ ജേക്കബും CSI കൊല്ലകട ഇടവകയിൽ ആലക്കോട് CSI ക്രൈസ്റ്റ് ചർച്ചിൽ തുണ്ടുകുളത്തിൽ ജോയി ലാസറിന്റെയും സുമോൾ കെ ദാനിയേലിന്റെ മകൾ ജോഫിൽ ജോയിയും വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിച്ച് ആയതിനെ ദൈവത്തിന്റെയും ഈ സഭയുടെ മുൻപാകെ സാക്ഷ്യപ്പെടുത്തി അതിനായി തമ്മിൽ വാഗ്ദത്തം ചെയ്ത് മോതിരങ്ങളും മിന്നും മന്ത്രകോടിയും നൽകുകയും സ്വീകരിക്കുകയും ചെയ്തതിനാലും കരസംയോജനത്താലും അത് അറിയിച്ചതുകൊണ്ട് ദൈവനിയോഗപ്രകാരവും സഭയുടെയും ഈ രാജ്യത്തിന്റെയും നിയമപ്രകാരവും ഇവർ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവ് തന്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീക അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ.
കുർബാനയ്ക്കായിട്ടുള്ള സമയമാണ്. പ്രിയപ്പെട്ട അസുബിനും ജോഫിനും വേണ്ടി നമുക്കെല്ലാവർക്കും നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, രാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കർത്താവേ, ദമ്പതികളെ കടാക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ സ്ഥലത്ത് ഇവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ തലമുറയായി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവമേ, നിന്റെ ദാസരായ നിന്റെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ വചനത്തിൽ ഇവർക്ക് പ്രയോജനമായി ഇവർ പഠിക്കുന്നതെല്ലാം ശരിയായി നിവർത്തിക്കേണ്ടതിന് നിത്യജീവന്റെ വിത്ത് ഇവരുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കണമേ. ഇവരുടെ കുടുംബജീവിതം ദൈവീക പരിജ്ഞാനത്തിലും ദൈവഭക്തിയിലും നിറയുവാൻ നിന്റെ കൃപ ചൊരിയണമേ. ഇവർ അന്യോന്യം ബലഹീനതയിൽ ശക്തി പകരുന്നവരും ഉത്കണ്ഠയിൽ ആലോചന നൽകുന്നവരും വ്യസനത്തിൽ ആശ്വാസവും സന്തോഷത്തിൽ പങ്കാളിത്തവും നൽകുന്നവരുമായിരിക്കുവാൻ സഹായിക്കണമേ. ഇവർ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും നിന്നോടും അന്യോന്യവും സ്നേഹത്തിലും സമാധാനത്തിലും വളരുവാൻ ഇവരുടെ മനസ്സുകളെ നിന്റെ ഹിതത്തിലും ഇവരുടെ ആത്മാക്കളെ നിന്റെ ആത്മാവിലും ഒന്നാക്കി തീർക്കണമേ. അന്യോന്യം വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ തെറ്റുകൾ മനസ്സിലാക്കുവാനും ഏറ്റുപറയുവാനും പരസ്പരമുള്ള ക്ഷമയും ദൈവത്തിൽ നിന്നുള്ള ക്ഷമയും പ്രാപിക്കുവാൻ ഇവരെ ശക്തീകരിക്കണമേ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിനും തങ്ങളുടെ ഭവനത്തിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്നതിനും ഇവരെ പ്രാപ്തിപ്പെടുത്തണമേ. ജീവപര്യന്തം അന്യോന്യം വിശ്വസ്തരായിരുന്ന ദൈവരാജ്യ സുഹൃതങ്ങളിൽ സ്ഥിരമായി നിലനിൽക്കേണ്ടതിന് ഇവരുടെ മേൽ നിന്റെ ധാരാളമായ കൃപ ചൊരിയണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനുഷ്യവർഗം വർദ്ധിക്കും നിന്റെ കൃപയുള്ള ദാനം കൊണ്ട് മാത്രമാകുന്നുവല്ലോ. ഇവർ ദൈവഭക്തിയിലും സ്നേഹത്തിലും നല്ല മാതൃകയുള്ളവരായി ദീർഘകാലം ഒരുമിച്ച് വസിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ സന്താന ഭാഗ്യമുള്ളവരും തങ്ങളുടെ പൈതങ്ങളെ ക്രിസ്തീയ ഭക്തിയോടും സുഹൃത്തത്തോടും വളർത്തുവാൻ പരിജ്ഞാനമുള്ളവരുമാക്കണമേ. പൈതങ്ങളെ പ്രകാരം വളർന്ന് നിനക്ക് സ്തുതിയും ബഹുമാനവും കരയേറ്റുന്നവരായിരിക്കുവാൻ നിന്റെ അനുഗ്രഹം കൊണ്ട് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. വിവാഹം കൊണ്ടൊന്നാക്കിയവരെ വേർതിരിക്കുന്നത് ഒരു നാളിൽ ന്യായമല്ല എന്ന് ഉപദേശിച്ച ദൈവമേ, മശിഹായ്ക്കും അവന്റെ സഭയ്ക്കും തമ്മിലുള്ള ആത്മീക വിവാഹത്തെയും ഒരുമയെയും സ്പഷ്ടമായി കാണിക്കുന്ന അടയാളമായ വിവാഹത്തിന്റെ അവസ്ഥയെ ശ്രേഷ്ഠതയുള്ള മർമ്മമായി നീ ശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, മശിഹാ തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ച് അതിനുവേണ്ടി തന്നെ താൻ ഏൽപ്പിച്ച് അതിനെ തന്റെ സ്വന്തം ശരീരം പോലെ തന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്നുവല്ലോ. അപ്രകാരം സിബിനും ജോഫിനും നിന്റെ വചനപ്രകാരം പരസ്പരം സ്നേഹിക്കുവാനും വിശുദ്ധിയിലും ദൈവഭക്തിയിലും വിശ്വസ്തതയിലും ശാന്തതയിലും സുബുദ്ധിയിലും സമാധാനത്തിലും ഐക്യത്തോടെ വളരുവാനും ഇവരെ കടാക്ഷിക്കണമേ. കർത്താവേ, ഇവരെ ഇരുവരെയും അനുഗ്രഹിച്ച് ഇവർ നിന്റെ നിത്യരാജ്യം അനുഭവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ സർവശക്തിയുള്ള ദൈവം നിങ്ങളവനെ ശരീരത്തിലും ആത്മാവിലും പ്രസാദിപ്പിക്കേണ്ടതിന് ജീവപര്യന്തം വിശുദ്ധ സ്നേഹത്തിൽ നിങ്ങൾ ഒരുമിച്ച് വസിക്കേണ്ടതിനും തന്റെ കൃപാദനത്തെ നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്
കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ളതായ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ 13 വരെ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴും അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇവിടെ വേദഭാഗം അവസാനിക്കുന്നു. CSIയുടെ വിവാഹശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വചനശുശ്രൂഷ എന്നുള്ളത്. അത് ഇപ്പോൾ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കുമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്. ബഹുമാനപ്പെട്ട കൈവരാജൻ ഞങ്ങളുടെ ഇടവാംഗമാണ്. ദീർഘകാലം വിദ്യാലയ മഹാടിൽ പ്രഗത്ഭമായിട്ടുള്ള ശുശ്രൂഷ ചെയ്ത് വിശ്രമ ജീവിതത്തിലും ശുശ്രൂഷകളിൽ അച്ഛന് ദൈവകൃപ നൽകുന്നു. അച്ഛനിപ്പോൾ നമുക്ക് ആവശ്യമുള്ള വചന ശുശ്രൂഷ നൽകുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുക, ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. താങ്ക് യു. ഇപ്പോഴേ കാര്യസ്ഥം പാട്ട് പാടുമ്പോൾ വരന്റെ ഭാഗത്തു നിന്നും വധുവിന്റെ ഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും നവദമ്പതികൾ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും അതോടൊപ്പം സ്വത്രാഴ്ച ചെയ്യണം. സിബിന്റെയും ജോഫിന്റെയും കുടുംബജീവിതത്തിലെ ആദ്യത്തെ കുടുംബ പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലിത്തരുന്നതിന്റെ പിന്നാലെ ചൊല്ലാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദിവ്യവിചാരണയാൽ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബമായി ഞങ്ങളെ സംയോജിപ്പിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കുടുംബം എന്ന നിലയ്ക്കുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വവും ക്രിസ്തീയ സാക്ഷ്യവും നിർവഹിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ തിരുസന്നിധിയിലും ഈ സഭയുടെ മുമ്പിലും ചെയ്ത പ്രതിജ്ഞകൾ പൂർണ്ണമായി നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. അന്യോന്യമുള്ള വിശ്വസ്തതയിലും നിന്റെ പരിശുദ്ധാത്മാവിനാൽ
ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ സ്വർഗീയ മണവാളനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യാദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്കോ ചേർന്ന ക്രിയകൾ നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്വപിതാവായ ദൈവമേ, സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിർവൃത്തിയെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലൻ മുഖാന്തരം ഉപദേശിച്ചുവല്ലോ. തമ്മിൽ സ്നേഹിച്ച് ഞങ്ങളുടെ ജീവിതാവസാനം വരെ നിന്റെ സ്നേഹത്തിന്റെ നിലനിൽക്കുവാൻ ഇന്ന് വിവാഹിതരായ ഈ നിന്റെ മക്കൾക്ക് കൃപ നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിത്യനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, കുടുംബബന്ധ വ്യവസ്ഥ കൽപ്പിച്ചു തന്നിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹിതരായവർ ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും പുത്രിപുത്രന്മാരും പരസ്പര സ്നേഹത്തിൽ വളർന്ന് ധന്യമായ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കുവാൻ സഹായിക്കണമേ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ട് പോകുകയും ധൈര്യപ്പെട്ടിരിക്കുകയും തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിക്കുകയും ആർക്കും തിന്മയ്ക്ക് ഫലത്തിന് യാതിരിക്കുകയും മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും പരിശുദ്ധാത്മാവിന് ശക്തി ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയും ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിലയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയമുള്ള സിബിൻ ജേക്കബിനും ജോയ്ക്കും എല്ലാവിധമായ ആശംസകളും. വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് കൊല്ലകടവ് ഇടവകയുടെ വികാരി മാലക്കോട് CSI സഭയുടെ വികാരിയുമായിരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റെവറൻഡ് ആൽഫ വർഗീസ് ജോസഫ് അച്ഛൻ ആകുന്നുവല്ലോ. ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെയും ബഹുമാനമുള്ള അച്ഛനോട് അറിയിച്ച നാൾ മുതൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു. പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ ദിവ്യമായ ശുശ്രൂഷകർക്ക് മുഖ്യമായി കാർമ്മികത്വം നൽകി പുതിയ കുടുംബത്തെ രൂപീകരിച്ച് ദൈവസന്നിധിയിൽ നൽകിയ ബഹുമാനമുള്ള ഇടവക വികാരി റെവറൻഡ് ആൽഫ വർഗീസ് ജോസഫ് അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും സഭയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും ആദരവോടെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് പുതിയ കുടുംബത്തിന് ആവശ്യമായ പ്രബോധനം നൽകി അനുഗ്രഹിച്ചത് കൊല്ലകടവ് ഇടവക അംഗവും
ആലക്കോട് സഭയുടെ ഏതാവശ്യങ്ങൾക്കും ഞങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള KV എബ്രഹാം അച്ഛനാകുന്നുവല്ലോ. മനോഹരമായ പ്രബോധനം നൽകി അനുഗ്രഹിച്ച ബഹുമാനമുള്ള KV എബ്രഹാം അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ പേരിലും ആദരവും അറിയിക്കുന്നു. ബഹുമാനമുള്ള സജി ജോസഫ് അച്ഛൻ ആലക്കോട് സഭയുടെ മുൻ ശുശ്രൂഷകൻ ആയിരുന്നു. ഇപ്പോൾ പൊൻകുന്നം സഭയുടെ ഇടവക വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. സജി ജോസഫിൻ്റെ സേവനവും എപ്പോഴും സഭ ആവശ്യപ്പെടുന്ന അവസരങ്ങളിലൊക്കെയും കടന്നു വരികയും ശുശ്രൂഷകൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഇന്നത്തെ വിവാഹ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ശുശ്രൂഷയെ ധന്യമാക്കുകയും ചെയ്തതായ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് സജി ജോസഫ് അച്ഛനുള്ളതായ നന്ദിയും സ്നേഹവും കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ പേരിലും അറിയിക്കുന്നു. ഈ ദിവ്യമായ ശുശ്രൂഷയിൽ ബഹുമാനമുള്ള അച്ഛന്മാരായ വന്നിയ ശ്രേഷ്ഠ ദൈവദാസന്മാരായ റവറൻഡ് ഡോക്ടർ തോമസ് നെടുമല, റവറൻഡ് തോമസ് ജോൺ, റവറൻഡ് ജോയ്സ് സി ജോൺ എന്നിവർ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് ഉള്ളതായ വന്യ വൈദിക ശ്രേഷ്ഠര് ശുശ്രൂഷയിൽ പങ്കുചേർന്നുവല്ലോ. പ്രത്യേകമായിട്ട് ബഹുമാനമുള്ള അച്ഛന്മാരോട് 3 പേരോടും ഉള്ളതായ നന്ദിയും സ്നേഹവും കുടുംബത്തിൻ്റെ പേരിൽ ഏറെ ആദരവോടെ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ നമ്മുടെ മുൻ സഭാപ്രവർത്തകരായിരുന്ന ഇവാഞ്ചലിസ്റ്റ് ജെയിംസ് പോൾ സാറ്, അതുപോലെ പ്രിയമുള്ള മത്തായി സാറ്, വെൺമണി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന സ്റ്റെനിൻ കുമാർ സാറ് ജോഫിൻ്റെ കുടുംബാംഗവുമാകുന്നു. പ്രത്യേകമായുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് പങ്കുചേരുന്ന എല്ലാ സുവിശേഷകരോടുള്ളതായ നന്ദിയും സ്നേഹവും കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് ഇടവക ദേവാലയത്തിൽ വെച്ച് ഈ വിവാഹ ശുശ്രൂഷ നടത്തുന്നതിന് ആവശ്യമായ അനുവാദം നൽകുകയും ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും നൽകി സഹായിക്കുകയും ചെയ്തതായ കൊല്ലകടവ് ഇടവകയിലെ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാർ, സെക്രട്ടറി, കൗൺസിൽ അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും കുടുംബാംഗങ്ങളുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ ആദരവോടെ അറിയിക്കുന്നു. അതിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ ബഹുമാനമുള്ള അച്ഛനോട് ഉള്ളതായ നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കട്ടെ. നമ്മുടെ ഗായക സംഘം ഈ ശുശ്രൂഷയ്ക്ക് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ഈ ശുശ്രൂഷയെ ധന്യമാക്കിയല്ലോ അനുഗ്രഹമാക്കിയല്ലോ. പ്രത്യേകമായിട്ട് കൊല്ലകടവ് ഇടവകയിലെ ഗായക സംഘങ്ങൾ അതിന് നേതൃത്വം വഹിക്കുന്ന എല്ലാവരോടും ഉള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ കപ്പിയാർ ഇടവകയിലെ കപ്പിയാരായിരിക്കുന്ന പ്രിയമുള്ള മനോജ് പ്രത്യേകമായിട്ട് ദേവാലയം ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രമീകരിക്കുകയും അതിലെല്ലാ ക്രമീകരണങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തുവല്ലോ. പ്രത്യേകമായിട്ട് മനോജിനോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഈ വിവാഹ ശുശ്രൂഷയുടെ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇരു കുടുംബത്തിൽ നിന്നും പ്രത്യേക ക്ഷണപ്രകാരം കടന്നു വരികയും ഈ വിവാഹ ശുശ്രൂഷ പ്രാർത്ഥനയോടെ ധന്യമാക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും ഉള്ളതായ നന്ദിയും സ്നേഹവും കുടുംബത്തിൻ്റെ പേരിൽ, കുടുംബാംഗങ്ങളുടെ പേരിൽ വളരെ ആദരവോടും സ്നേഹത്തോടും അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. ഈ വിവാഹശേഷം റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഇടവകയുടെ പാരിഷ് ഹാളിൽ തന്നെയാകുന്നു. എല്ലാവരും റിസപ്ഷനിലും സംബന്ധിച്ച് സന്തോഷത്തോടെ മടങ്ങുവാനായിട്ട് ഓർപ്പിക്കുന്നു. പ്രത്യേകം പുതുതായി രൂപീകരിക്കപ്പെട്ടതായ കുടുംബത്തിന് വേണ്ടിയിട്ട് തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും.
പ്രവേശിച്ച സിബിനായും ജോഫലിനായിട്ടും പ്രാർത്ഥിക്കുന്നു. സന്തോഷകരമായ കുടുംബജീവൻ നയിപ്പാൻ അവരെ സഹായിക്കണമേ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു പറയുവാൻ കർത്താവേ നിന്റെ മക്കളെ ഇരുവരെയും ധൈര്യപ്പെടുത്തണമേ. അവരുടെ ഇരു കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയെ പങ്കെടുത്ത എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യ അച്ഛന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തോടു കൂടെ ആ വിവാഹ വിരുന്നിലും പങ്കെടുക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന വിവാഹ വിരുന്നിലും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും അങ്ങ് മാത്രം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. Every now and then, for eternity, God bless the day when He gave me you. Every now and then, for a lifetime, I'll bless this day and cherish your faith in me. Pray with you, walk with you, stay with you until the end. I'm gonna laugh with you, cry with you, breathe with you all my days. The road may be rough, vague and dark, bleak and tough. I promise to cherish you with all my heart. In all my dreams, my earnest hope, I wish you well every minute, every day. In all my dreams, my dearest friend, may the Lord protect you in every way. I'm gonna pray with you, walk with you, stay with you until the end. I'm gonna laugh with you, cry with you, breathe with you all my days. The road may be rough, vague and dark, bleak and tough. I promise to cherish you with all my heart. I'm gonna pray with you, walk with you, stay with you until the end. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിത്യാദിയുമേ മനോഹരമായ നല്ല പകലിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന വിവാഹ ശുശ്രൂഷയുടെ കുടുംബാജീവിതത്തിൽ പ്രവേശിക്കപ്പെട്ട മകനെയും മകളെയും ഞങ്ങൾ തിരിച്ചറി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ ആദ്യ വിവാഹം ഏതെടുപ്പോൾ ആണ് വിവാഹ ശുശ്രൂഷ നേതൃത്വം കർത്താവ് തിരുസ്ഥാനത്ത് നൽകിയതിന് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുക ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തി ലഭിക്കാവുന്നവരോട് സ്തോത്രം ചെയ്യുന്നു. സന്തോഷകരമായ ധന്യമായ ജീവനയപ്പാൻ തന്നെ മക്കളെ പ്രാർത്ഥനാക്കണം. തുടർന്നുള്ള എല്ലാ കാര്യാദികളും തിരുസ്ഥാനത്ത് നൽകി അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സർവേശ്വരുടെ നാമത്തിൽ അനുഗ്രഹം യാചിക്കുന്നു. അവയോട് കേൾക്കുമാറാകണമേ.
സ്നേഹവാനും പരിശുദ്ധനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ മധ്യാഹ്ന നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ദാനമായി തന്ന കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതം ധന്യമായി തീരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ ശുശ്രൂഷകരെ, ഇതിന് സാക്ഷ്യം വഹിച്ച എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആഹാരപാര്യങ്ങളെ വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണം. ഭക്ഷിപ്പാനും ബലപ്പെടുവാനും തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാനും സഹായിക്കണം. യേശു തമ്പുരാൻ മൂലം ബലഹീനരായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു. You said, don't look back and don't look down. But here I am, replaying every sound and second since you found me. All packed up, headed out. I hate to say I need you now. Here I am, turn around. One more time, I need you now. Said that I'd be fine without you, it's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Said that I'd be fine without you. Making sure you're safe and sound. How your voice sang the songs that made me wanna live forever. All packed up, headed out. I hate to say I need you now. Here I am, turn around. One more time, I need you now. Said that I'd be fine without you, it's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Said that I'd be fine without you. Looking down you now. വെൺമതി ഇനി അരികിൽ നീ മതി. വാർമുഖി കണിമലരാം എൻ സഖി. പൂക്കും ചിരി തിരി തെളിയും താരകം. നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം. കാൽ താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി. ചേലാമബലായി ഇതൾ വിരിച്ചു ചിരിച്ചഴകിൽ വാ 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 വാ. വെൺമതി ഇനി അരികിൽ നീ മതി. വാർമുഖി കണിമലരാം എൻ സഖി.
എന്നെ ചുറ്റും കാട്ടായി മേഘക്കൂട പിടിച്ച് മോഹപ്പടവുകളേറി ഞാൻ ചെല്ലച്ചുണ്ടത്തിട്ടും മല്ലിത്തേനും കൊതിച്ച് രാഗത്തിരകളിൽ നീന്തി ഞാൻ രാവണിഞ്ഞ നിലാവിലാദ്യമായി ഞാനലിഞ്ഞു സദാ ഈ പകൽ നവിലോല സാന്ത്വനം ജീവനായതിതാ കാത്തേ നിന്നതും പുതു ഹൃദയം തേടുന്നതും നീയാം സ്നേഹമായി എന്നിൽ നിറങ്ങൾ നിറയെ ഇനി വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി വാർമുഖി കണിമലരാം എൻ സഖി പൂക്കും ചിരി തിരി തെളിയും മിൺതാരകം നോക്കും ഞൊടി പല കനവിൻ പൊൻജാലകം കാൽത്താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി ചേതാമാമ്പലായി ഇതണ്ടിരിച്ചു ചിരിച്ചഴക് വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി വാർമുഖി കണിമലരാം എൻ സഖി Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand.
പരിശുദ്ധനായ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അവരുടെ വിവാഹം നടത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ മഹനീയമായ ശ്രേഷ്ഠമേറിയ ഉന്നതമായിരിക്കുന്ന സാന്നിധ്യം ആ ശുശ്രൂഷയിലൊക്കെ അനുഭവിച്ചറിവാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ബലമുള്ള ഭുജം താങ്ങായി തണലായി കുടപ്പറുപ്പായി കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ ചെയ്ത വലിയ കൃപയ്ക്കായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിവാഹശേഷം ഇവിടെ പ്രാർത്ഥിച്ച് ഗൃഹപ്രവേശം നടത്തുവാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. തന്റെ മക്കളുടെ കുടുംബജീവിതം വളരെ ധനികരമായി തീരുവാൻ സ്വർഗ്ഗപിതാവേ സഹായിക്കുമാരകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുമ്പിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത മായമില്ലാത്ത മാന്യമായ ആ വചനത്തിൽ ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്ന കർത്താവ്. ആ വചനത്തിന്റെ ശക്തി തന്റെ മക്കളോട് കൂടെ ഇരിക്കുമാരകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മറ്റുള്ളവർക്ക് മാതൃകാപരമായി ഇരിക്കുന്ന ജീവിതം കാഴ്ചവെക്കുവാൻ സ്വർഗ്ഗപിതാവേ സഹായിക്കുമാരകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം, ദൈവത്തിന്റെ അത്ഭുത കൃപ തന്റെ മക്കളോട് കൂടെ ഇരിക്കുമാരകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ഭവനത്തിൽ പാർക്കുമ്പോൾ അനുഗ്രഹപ്രദമായി ജീവിക്കാൻ സ്വർഗ്ഗപിതാവേ സഹായിക്കുമാരകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ അനുഭവിക്കേണ്ട എല്ലാ സന്തോഷവും, എല്ലാ സമാധാനവും, എല്ലാ ഐശ്വര്യവും അനുഭവിപ്പാൻ സ്വർഗ്ഗപിതാവേ സഹായിക്കുമാരകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവർക്ക് വേണ്ടുന്ന എല്ലാവിധമായി ഇരിക്കുന്ന ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി കൊടുത്ത് മാനിക്കുമാരകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവിൽ തികഞ്ഞ ആശ്രയത്തോടെ മുന്നേറുവാൻ സ്വർഗ്ഗപിതാവേ അങ്ങ് സഹായിക്കുമാരകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തന്റെ മക്കളെ വീക്ഷിക്കുന്നവർ അവർ മാതൃകാപരമായി ഇരിക്കുന്ന ജീവിതം കാഴ്ചവെക്കുന്നത് കാണുവാൻ സ്വർഗ്ഗസ്വനായ ദൈവം സഹായിക്കുമാരകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം ഞങ്ങൾക്ക് തന്ന അധികാരത്താൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി പ്രിയമകനും പ്രിയമകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ മാതാപിതാക്കളുടെ വിവരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യോജനമാകുന്ന വിവരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളുടെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലകളടക്കിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാഥന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കട്ടെ, സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. സകല ആശ്വാസത്തിന്റെയും പിതാവായിട്ടുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ നല്ല സമയത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പ്രകാരം ഞങ്ങളുടെ വാത്സല്യ മകളുടെ വിവാഹ ശുശ്രൂഷയൊക്കെ അവസാനിച്ചു. ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ദാസി ഇന്നു മുതൽ ഈ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ കുടുംബജീവിതം ആരംഭിക്കുന്നല്ലോ. എൻ്റെ ദാസിക്ക് കൊടുത്തിരിക്കുന്ന അനുയോജ്യമായിട്ടുള്ള വരനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തെ മാനിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന സ്ഥാനത്തെല്ലാം ദൈവത്തിൻ്റെ കരുതൽ കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വിസ്താരമൊരു ചെറിയ മറവിൽ കാത്തു പരിപാലിക്കണം. ദീർഘായുസ് കൊടുക്കണം. ഈ ദേശത്ത് ഇവരുടെ ജീവിതത്തെ ഏറ്റവും ഉന്നതമാക്കി അവിടുന്ന് മാറ്റണം. സദാസമയം കൃത്യമായിട്ട് ദേവാലയത്തിൽ കടന്നു പോകുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയുള്ള വലിയ കൃപ കൊണ്ട് നിറയ്ക്കണം. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ കടന്നു വരുന്ന സമയത്തെല്ലാം ദൈവത്തിൻ്റെ കരുതൽ കൂടിയിരിക്കണം. ഇവിടെ ആയിരിക്കുന്ന ആൻറ്റി, പിതാവ്, സഹോദര കുടുംബങ്ങളെ ബന്ധുമിത്രാദികളെ ചാർച്ചക്കായി ജൂഷാനെ അമ്മാമ ഓർക്കുന്നു. സിജമോൾ ഹസ്ബൻഡ്, ഇവിടെ ആയിരിക്കുന്ന സാക്ഷ്യം വഹിക്കുന്ന നല്ലവരായിട്ടുള്ള ബന്ധുമിത്രാദികൾ, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വലിയ ബന്ധം വലിയ സ്നേഹത്തിൽ ആയിത്തീരുവാൻ ദൈവം സഹായിക്കുന്നു. അടിയനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും മംഗളപൂർവ്വം പര്യവസാനിക്കുവാൻ ദൈവം തന്ന വലിയ അവസരത്തിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സമസ്ത കാര്യങ്ങളെയും ദൈവപാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗസ്വനായ ആഹാരങ്ങളെ തന്നവൻ ഞങ്ങളുടെ കടക്കാരുടെയും പോലെ കടങ്ങളും പാവങ്ങളും പരീക്ഷണ കൂടാതെ വർഷത്തിന് രക്ഷിക്കും. രാജ്യവും ശക്തിയും സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം യേശുവിനെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും കാണിച്ചു. ജനപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.